അസ്സലാമലൈക്കും. അബ്ദുല്ലാസറോടാണ്. സഹോദരന്മാരെ, നമ്മുടെ കർണാടകത്തിൽ ഒരു കുഞ്ഞു മുസ്ലിയാറുണ്ട്. കുഞ്ഞു മുസ്ലിയാർ കറാമത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെയും മുസ്ലിം സമുദായത്തിനൊക്കെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ട് ഞാനൊരു മറുപടി ഇട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് CM മടവൂറിൻ്റെ മകാവിനെ പൂജിക്കുന്നതും അള്ളാൻ്റെ റസൂലിൻ്റെ ഖബറിനെ ആരാധിക്കുന്നത് രണ്ടും ഒന്ന്, ബഹുമാനിക്കുന്നത് രണ്ടും ഒന്ന്. അതിന് മറുപടിയായിട്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഇട്ടത്. കാരണം CM മടവൂർ വേറെ, അള്ളാൻ്റെ പ്രവാചകൻ അതിൻ്റെ പ്രസക്തിയൊക്കെ വേറെ. അതുപോലെ നമ്മൾ ജാറം തൊട്ടിട്ട് ഇങ്ങനെ ഖബർ കെട്ടി പൊക്കിച്ചൊന്നും ആഘോഷം കഴിക്കുന്നതിനൊന്നും അർത്ഥമില്ല. ഒരു പരിധിയുള്ള കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസം മാത്രമേ പാടുള്ളൂ എന്നുള്ളത് അതിന് നമ്മളും വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, തെളിവ് സഹിതം. പക്ഷേ വീണ്ടും ഇപ്പോൾ ഒരു വീഡിയോ അതുപോലെ അദ്ദേഹം ഒരു കുഞ്ഞു മുസ്ലിയാർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ നമ്മൾ ആദ്യം കാണാം. അതിലൊരു കമൻറ്റ്, നിങ്ങൾ അള്ളാഹുരൊട്ടി കേട്ടെങ്ങ് മയ്യാവല്ലേ, അല്ലല്ലേ റഹ്മാന്, അല്ലല്ലേ രാജാവ്, അല്ലല്ലേ റബ്ബ്, അവണ്ടൊട്ടി കേട്ട മയ്യാവല്ലേ. എന്തൊക്കെ ഈ മഹാന്മാർ, എന്തൊക്കെ ഈ ഔലിയാക്കളുണ്ട് ഭയങ്കര ഉസാറിൽ ഒരാൾ കമൻ്റ് ഇട്ട് നോക്കൊരു അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ തേടത് സിർക്കൈട്ടിക്കിട്, അത് ഇസ്ലാം പഠിപ്പാടാത്ത ഒരു വിഷയത്തിക്കിട് അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ നിങ്ങൾ കേക്കൊകുത്തീരാ പ്രാർത്ഥന ചൊന്നെന്തരെ കേക്കൊകുത്തീരാണ്ടൈത്തിക്കിട്. അങ്ങനെ ശിർക്ക് പണ്ടേണ്ട് കണ്ടെങ്കിൽ നക്ക് അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിಗೆ സഹായ കേക്കിടുത് ശിർക്കുണ്ട് ആയിന്നേണ്ട് കണ്ടെങ്കിൽ ನಾನು ಔತುಳಿ ತೆಚ್ಚೊಂಡಿಕ್ಕುವ ನಕ್ಕು ಜೋರು ತಾಗೈತಂಡು ಬಾರಿಕರು. ഒരു ഗ്ലാസ് തണ്ണി ನನ್ನ ഉമ്മട്ടിಗೆ എടുത്തവർ ചെന്ന് ഉമ്മ ഒരു ഗ്ലാസ് തണ്ണി എടുത്തവരുಂಟು. അപ്പോൾ ഉമ്മ ഒരു ഗ്ലാസ് തണ്ണി എടുത്ത വന്നിട്ട് നക്ക് ಹೆಲ್ಪ್ ആക്കിത്ത്, സഹായ ആക്കിത്ത്. ഉമ്മ ನಾನು തേടിയപ്പ നക്ക് ഉമ്മ സഹായ ആക്കിത്ത്. അപ്പോൾ ഉമ്മ തണ്ണി തണ്ടത് ശിർക്ക്. ഇങ്ങനെ വാദനുസരിച്ച് അങ്ങനെ ചൊല്ലണ്ടേ അല്ല. ഒരാളൊട്ടിക്ക് തേടിയിട്ട് അയാൾ സഹായിച്ചെങ്കിൽ അല്ലാത്ത ഒരാളൊട്ടിക്ക് തേടി സഹായിച്ചെങ്കിൽ അത് ശിർക്ക് ഉണ്ടാവണം വേണ്ടി കണ്ടെങ്കിൽ ഉമ്മ നക്ക് ഒരു ഗ്ലാസ് തണ്ണി എടുത്താൽ നേരെ ഹെൽപ്പ് ആക്കിയെങ്കിൽ അതും ശിർക്ക് ഉണ്ട്, ചൊല്ലണ്ടേ ഉണ്ട് എന്ന് കേട്ടില്ലേ? അതായത് ഉമ്മാനോട് ഞാനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ഉമ്മ എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ CM മടവൂറിനോടോ അല്ലെങ്കിൽ ഖുറാത്തങ്ങളോടോ അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്നവരോട് ചോദിച്ചാൽ തരുന്നത്. ആ സഹോദരൻ എനിക്ക് ആദ്യം ഒന്ന് പറയേണ്ടത്, വെള്ളം തരണ്ട, ചോദിച്ചു തരണ്ട, ഇനി ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കണം. ആ തലകെട്ട് കെട്ടി നമ്മൾ നന്നാക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിയാറിനോട് ഞാൻ പറയുന്നത്, അയാൾ മറുപടി പറയുമോ? പക്ഷെ മറുപടി പറയാണ്ടിരിക്കുന്നതിൻ്റെ കാരണം അല്ലാത്തതിൻ്റെ കുതിരത്താണ്, അത് വേറൊരു കാര്യം. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് മുമ്പുണ്ടായ എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ്. ചിലപ്പോൾ ഹയാത്തുള്ള സന്ദർഭത്തിൽ പല അവരുമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ശൈലിക്കനുസരിച്ചുള്ള പല ദുനിയാവുന്ന ചില കഴിവുകളൊക്കെ കൊടുക്കാറുണ്ട് മഹാന്മാർക്ക്. അതിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് നമ്മളുമൊക്കെ. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഒരു മതവിശ്വാസപരമായിട്ടുള്ള കറാമത്തായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസം അത് നമ്മൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ കറാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൂടെ പറഞ്ഞതാണത്. ഉമ്മനെ കണക്കെ മറ്റൊരു ആളെ നമ്മൾ കാണൂല, അല്ലെങ്കിൽ അത് ഒരു മനുഷ്യൻ്റെ ബഹുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളല്ല. ആരാധിക്കുന്നതും ആദരിക്കുന്നതും രണ്ടാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളൊക്കെ സദസ്സിൽ കയറുമ്പം ആ ആൾ നമ്മളെ നിയന്ത്രിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ എണീച്ചിട്ട് ബഹുമാനിക്കും. ആ ബഹുമാനിക്കൽ ആരാധിക്കലെന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന പോലെയാണ് ഒരാളെ ഖബറിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ആരാധനയാക്കി മാറ്റാൻ പാടില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഖബർ സിയാറത്ത് ശിർക്ക് എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നുള്ളത്. നമ്മൾ പഠിച്ചത് ഇത് മുമ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ നമ്മളെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾക്ക് വഹീ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ജിബ്രീൽ അലൈഹി സ്വലാമിനെ കൊടുത്തു എന്നല്ലാതെ കണ്ട് ഒരു മലക്കിനെ പോലും അള്ളാൻ്റെ റസൂലിന് ജോലിക്ക് വെച്ച് കൊടുത്ത ചരിത്രമില്ല. കുഞ്ഞു മുസ്ലിയാർ കേൾക്കണം. നിങ്ങളെ CM മടവൂറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഉള്ള വീഡിയോ ആണ്. എന്താണെന്ന് പറയുന്നത്, മടവൂറിൻ്റെ മുമ്പിലും പിമ്പിലും മീക്കായിലും ജിബിരിയിലും നടക്കുന്നു എന്ന്. നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
പ്രവാചകന് കൊടുക്കാത്ത ഒരു കഴിവ് സി എം മടവൂറിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ. മറ്റൊന്നെന്ന് വെച്ചാൽ മലക്കുകളെ പടച്ചത് ഒളിവിലുമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മണ്ണാൽ അവരെ പ്രകാശം കൊണ്ട് പടച്ചത്. അവർക്ക് വിശപ്പില്ല, വികാരമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. സദാസമയം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ് മലക്കുകൾ എന്ന് പഠിപ്പിച്ചതാരാണ്? പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് അവരെ ജീവിതശൈലി. നമ്മൾ അതിലല്ലേ കുഞ്ഞു മുസ്ലിയാറെ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത് നിങ്ങളെ കൗമ്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു കൗമുണ്ട് വേറെ തന്നെ, അവർ പറഞ്ഞു നടക്കുന്നത് അറിയോ? സി എമ്മിൻ്റെ വീഡിയോ ഇപ്പോൾ നിലവിലുണ്ടല്ലോ, നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. സി എമ്മിൻ്റെ വീട്ടിലേക്ക് 2 ആൾ കയറി വരുന്നു. വീട്ടിലുള്ള സ്ത്രീയോട് പറയുന്നത് കഞ്ഞി വിളമ്പാൻ, കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ കഞ്ഞി വിളമ്പി. അങ്ങനെ അവർ 3 പേര് ഒരുമിച്ച് കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിച്ചിട്ട് 2 പേര് ഇറങ്ങിപ്പോയതിന് ശേഷം ഈ സി എം ചോദിക്കുന്ന വീട്ടിലുള്ള പെണ്ണുങ്ങളോട് ആ വന്നിട്ട് പോയ ആളായിരുന്നു അറിയുമോ? അപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പം അപ്പോഴേ നമ്മളെ ഈ സി എം മടവൂർ പറഞ്ഞതെന്നാണ് നിങ്ങളെ വീഡിയോയിൽ പറയുന്നതെന്നറിയോ? ആ വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോയത് ഒന്ന് മീക്കായിലും ഒന്ന് ജിബിരിയിലും. എൻ്റെ കുഞ്ഞു മുസ്ലിയാറിനോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ട് ഈ തലക്കെട്ടൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇത് ചറപറ പറയുന്നല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മലക്കുകൾ കഞ്ഞി കുടിക്കുന്നു? ഇതുപോലുള്ള കറാമത്ത് പറയുന്നത് കൊണ്ട് തന്നെ സഹോദര നമ്മളൊക്കെ ഇതിനെ എതിർക്കുന്നത്. മറ്റൊരു വീഡിയോയിലുണ്ട്, കുഞ്ഞു മുസ്ലിയാറായതുകൊണ്ട് മാത്രം നിനക്ക് കേൾക്കാൻ ഞാൻ നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് എന്നേക്കാൾ വയസ്സിന് നിങ്ങൾ മൂത്തിന് ക്ഷമിക്കണം, ചെറുതെന്ന് തോന്നുകയാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ പറയുന്നത് അറിയോ? ഒരു മുസ്ലിയാർ നിങ്ങളെ കമ്പിൽപ്പെട്ട ആൾ തന്നെ, കൂട്ടത്തിൽപ്പെട്ട ആൾ. അവസാനം ഒരാൾ മരണത്തിൻ്റെ സന്ദർഭത്തിൽ സി എം അതായത് സി എം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം സി ചെത്തടി എം മിത്തൽ, ചെത്തടി മിത്തൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഏതായാലും ഈ മടവൂരിനെ പറ്റി എനിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചങ്ങായി പറയുന്നത് അറിയോ? ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു മനുഷ്യൻ സി എം എന്ന് പറഞ്ഞിട്ട് മരിച്ച് കണ്ണടച്ച് പോയാൽ അവർ ദുനിയാവും ആഹ്റം രക്ഷപ്പെട്ടു തന്നു. നമ്മൾ സാധാരണ 5 വഖത്തിലും 5 ടൈമിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമി ഇൻദൽ മൗത്ത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയിപ്പിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം പടച്ചോനെ നിൻ്റെ റഹമത്തിൻ്റെ നോട്ടും കൂടെ കാണിച്ചിട്ട് എന്നാണ് ഒരു മുസ്ലിം സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും മദ്രസയിലും പഠിച്ചിട്ടുള്ളതും. എന്നാൽ ഈ 1991 മരണപ്പെട്ടു പോയ ഒരു 30-31 കൊല്ലോ മുമ്പ് മരിച്ചിട്ട് പോയ ഈ സി എം മടവൂറിനെ ഒരാൾ സി എം എന്ന് പറഞ്ഞിട്ട് മരിച്ച ഓരെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ ലാസ്റ്റത്തെ വാക്ക് അള്ളാഹാൻ്റെ പേര് പറഞ്ഞ് മരിക്കൽ ദ്വാരക്കുന്ന മുസ്ലിമും മദ്രസയിൽ ഏത് കിതാബിൽ ഈ സി എം മടവൂറിനെ നീ പഠിച്ചിട്ടുള്ളത് സഹോദര? ഇത് പറയുന്നത് നിൻ്റെ കൗമിൽപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള എല്ലാ കറാമത്തിനാണ് നമ്മളിപ്പോൾ അത് തീർക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ കണ്ട് കറാമത്തില്ല, കറാമത്തിന് വിശ്വാസമില്ല, കബർദിയാർത്ത് വേണ്ട എന്നല്ല പറയുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ പറ്റിയിട്ടുള്ളതെന്ന് തരും. നമ്മൾ ഇലാഹി അക്ഷരങ്ങൾ, അതായത് ഖുർആനെ പറ്റി പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ 28 അലിഫ് മുതൽ യാവ് വരെ. അതിന് മുൻകാലങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ ഇട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അലിഫിന് പഠിപ്പിച്ച് ആദ്യം, പിന്നെ അലിഫിന് ഫത്ത ഇട്ടിട്ട് പിന്നെ ആന്ന് വായിപ്പിച്ച്, പിന്നെ അടിയിൽ കസറിട്ടിട്ട് ഈന്ന് വായിപ്പിച്ചു, പിന്നെ ദീർഘ ഫത്ത ഇട്ടിട്ട് ആന്ന് വായിപ്പിച്ച്, ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് വായിപ്പിക്കൽ. ഇപ്പം ഉള്ള കുറവെന്തെന്നറിയോ? ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡുകളൊക്കെ പഠിപ്പിക്കുന്ന അറ ഇറ ഉറ ഇന്നെല്ലാം പഠിപ്പിക്കലിപ്പോൾ. ഈ അലിഫ് ബാ സാ ജീമ് ഹ എന്നുള്ള പഠിപ്പിച്ച പണ്ടത്തെ കാലഘട്ടം ഉണ്ടല്ലോ. ഒന്നാമത് ആ വിജ്ഞാനം നിലവിലില്ല. മറ്റൊന്ന് വെച്ചെങ്കിൽ ആദ്യം തന്നെ 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ദർസിൽ ഒരു കൊല്ലോ 2 കൊല്ലം പഠിക്കുമ്പോൾ തന്നെ വലിയ തലക്കെട്ട് കെട്ടിയിട്ട് ഒരു നീട്ടത്തിൻ്റെ ജുബ്ബ ഇടുന്നൊരു സംസ്കാരം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് ഫാദർമാർ ഇടുന്ന കണക്കത്തെ ഒരു ഇതുണ്ടല്ലോ, ഇന്ത്യ പിന്നെ ലോഹയ എന്ന് ഇതിന് പറയുന്നത് കന്തൂറ. ഇത് ധരിക്കുന്ന സ്വഭാവം എന്തുകൊണ്ട് അറിയോ? ദീനിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയാൻ സമയമില്ലാതെ കണ്ട് പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു വലിയൊരു മുസ്ലിയാറെന്ന് തോന്നുന്നൊരു രൂപത്തിൻ്റെ ജീവിതശൈലി കുറേ ആക്കിയിട്ടുണ്ട്. അവരാണ് ഈ ദീനിനെ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കാതെ കണ്ട് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് നമുക്ക് പറയാനുള്ളൂ.
അതുകൊണ്ട് ഈ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയെങ്കിലും കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് കറാമത്തയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയണമെന്ന് നമുക്ക് പറയണുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. വേണ്ടി വന്നാൽ ഇതിനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ സംസാരിക്കേണ്ടി വരും. താൽക്കാലികമായി ചിലത് നിർത്തുന്നു. യാഥാർത്ഥ്യം ഇതാണ്. നിങ്ങൾ ഉമ്മ കൊണ്ട് വെള്ളം കൊണ്ട് തന്നതും മറ്റൊരാൾ വെള്ളം കൊണ്ട് തരുന്നതും ഒരുപോലെ കാണണ്ട. ഉമ്മാനെ കെട്ടിപ്പിടിക്കുമ്പോഴും പെങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോഴും ഭാര്യനെ കെട്ടിപ്പിടിക്കുമ്പോഴും 3 രൂപത്തിലാണ് നമ്മൾ ഹൃദയമുള്ളത്. ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്ന ആൾക്കല്ല ഭാര്യനെ കെട്ടിപ്പിടിക്കുമ്പോൾ ചിന്തിക്കുന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ സന്ദർഭത്തിൽ വിവരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇനിയും കൂടി ഈ പറയുന്ന നിങ്ങളെ കബറിൽ നമ്മൾ വരുന്നില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ മനുഷ്യൻ സിർക്കിലായിക്കൂടാ. അല്ലാഹു തആല എല്ലാവർക്കും കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തക്കിള്ള കൂട്ടുള്ള അല്ലാഹു തആല നിങ്ങളെയും നമ്മളെയും ഒക്കെ പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നത്. അസ്സലാമു അലൈക്കും.